ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ എം.എൽ.എ. പദവി രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന തിരിച്ചടിയാണ് ബി.ജെ.പിക്ക് കിട്ടിയിരിക്കുന്നത്. ബീഹാറിലെ ബങ്കിപൂർ മണ്ഡലത്തിലെ എം.എൽ.എ. ആയിരുന്നു നിതിൻ നബീൻ. ഈ പദവി രാജിവെച്ചാണ് നിതിൻ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. അപ്രതീക്ഷിതമായിട്ടാണ് ഈ പദവി ബി.ജെ.പി. ബീഹാറിലെ ഒരു എം.എൽ.എക്ക് വെച്ച് നീട്ടിയത്. പിന്നാലെ നിതിൻ രാജിവെച്ച ദേശീയ അധ്യക്ഷ പദവി ഏറ്റെടുത്തു. ഇതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമായതുകൊണ്ട് വെറും ഉപതെരഞ്ഞെടുപ്പിനപ്പുറമുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഈ മണ്ഡലത്തിന് കൈവന്നിരുന്നു. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ഇത് അഭിമാന പോരാട്ടമായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ ബി.ജെ.പി. സ്ഥാനാർത്ഥി ഇവിടെ പിന്നിൽ പോയിരിക്കുകയാണെന്ന വാർത്തകളാണ് വരുന്നത്. രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറാണ് ഇവിടെ ബി.ജെ.പിയുടെ മുഖ്യ എതിരാളിയായി മത്സരിച്ചത്. ആദ്യത്തെ 8 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോഴേക്കും 4000-ത്തിലധികം വോട്ടുകൾക്ക് പ്രശാന്ത് കിഷോറും അദ്ദേഹത്തിന്റെ ജൻസ്വരാജ് പാർട്ടിയും ലീഡ് ചെയ്യുകയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത് നൽകുന്ന തിരിച്ചടി ചെറുതല്ല. ഒന്നാമത്, ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ രാജിവെച്ച മണ്ഡലം പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുമപ്പുറം നിയമസഭയിൽ പ്രശാന്ത് കിഷോറിന്റെ സാന്നിധ്യം ബി.ജെ.പിയുടെ ഉറക്കം കെടുത്തുമെന്ന് ഉറപ്പാണ്. ഏറ്റവും ഒടുവിൽ കണക്കുകൾ പുറത്തു വരുമ്പോൾ എണ്ണിക്കഴിഞ്ഞ വോട്ടുകളിൽ 13,500-ൽ പരം വോട്ടുകൾ പ്രശാന്ത് കിഷോറിന് ലഭിച്ചിരിക്കുകയാണ്. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ഇവിടെ ജനവിധി തേടുന്നത് നീരജ് കുമാറാണ്. ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് 9,689 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. ആർ.ജെ.ഡി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച രേഖ കുമാരിക്ക് 2,600 വോട്ടുകളും കിട്ടിയിട്ടുണ്ട്. ഇതോടെ മണ്ഡലത്തിൽ ബി.ജെ.പി. പരാജയം ഉറപ്പിച്ചുവെന്ന് പറയാം. ആകെ 31 റൗണ്ടാണ് വോട്ടുകൾ എണ്ണുന്നത്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ലീഡ് ക്രമാതീതമായി ഉയരുകയാണെങ്കിൽ അവിടെ ബി.ജെ.പിയെ കാത്തിരിക്കുന്നത് ഞെട്ടിക്കുന്ന തോൽവിയാണ്. മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് ഫലം കൂടി ബി.ജെ.പിയുടെ സ്വസ്ഥത നശിപ്പിക്കുന്നുണ്ട്. മധ്യപ്രദേശിലെ ദാദിയ മണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 1000 വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഘൻശ്യാം സിംഗ് മുന്നിലാണ്. വെറും 500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നത്. ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ബി.ജെ.പി. സ്ഥാനാർത്ഥി മുന്നിലെത്തിയേക്കാം. എങ്കിലും ആദ്യ 5 റൗണ്ടിൽ ബി.ജെ.പിയെ അവരുടെ ശക്തിക്കോട്ടയിൽ പിന്നിലാക്കാൻ കോൺഗ്രസിന് സാധിച്ചത് വലിയ നേട്ടമാണ്. ദാദിയ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ അശുതോഷ് തിവാരിയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ആസാദ് സമാജ് പാർട്ടിയുടെ ദാമോദർ യാദവ് 8,000-ൽ പരം വോട്ട് പിടിച്ചതാണ് ബി.ജെ.പിക്ക് തിരിച്ചടിയായത്. ഇതിനു പുറമെ ഗുജറാത്തിലെ മഞ്ചൽപൂരിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇവിടെ മാത്രമാണ് ബി.ജെ.പി. വിജയം ഉറപ്പിച്ചത്. ഇവിടെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സതീഷ് പട്ടേൽ 15,000-ൽ പരം വോട്ടുകൾക്ക് ജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ ഭികാഭായിയാണ് എതിർ സ്ഥാനാർത്ഥി. ആകെ 19 റൗണ്ടിൽ 10 റൗണ്ടും പൂർത്തിയായപ്പോഴാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി 15,000-ൽ പരം വോട്ടിന് ലീഡ് എടുത്തത്. രാവിലെ 8-നാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. എന്തായാലും ബീഹാറിലെ ബങ്കിപൂർ മണ്ഡലത്തിലെ തോൽവി ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ 34%-ലധികം വോട്ടർമാരുടെ പോളിംഗ് കുറവാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. മധ്യപ്രദേശിലെ ദാദിയ മണ്ഡലത്തിൽ ബി.ജെ.പിക്കും കോൺഗ്രസിനും അഭിമാന പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. മധ്യപ്രദേശിലെ ദാദിയ മണ്ഡലത്തിൽ കോൺഗ്രസ് എം.എൽ.എ. രാജേന്ദ്ര ഭാരതി ബാങ്ക് തട്ടിപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ട് അയോഗ്യനായതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 30-നാണ് 3 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടന്നത്. കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു പോളിംഗ്. വോട്ടെണ്ണലിനും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. ബങ്കിപൂരിനെ പോലെ മഞ്ചൽപൂർ നിയമസഭാ മണ്ഡലത്തിലും വളരെ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. വോട്ടർമാരിൽ 37.5% പേർ മാത്രമാണ് ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയത്. അതേസമയം ദാദിയ നിയമസഭാ മണ്ഡലത്തിൽ 71.44% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു.